വെൽക്കം ബാക്ക് ഗൈസ്. നമ്മളെടുത്ത് 2010 മോഡൽ ടൊയോട്ട ഫോർച്യൂണർ ആണ്. ഇത് ഏകദേശം 1,92,000 കിലോമീറ്റർ എടുത്ത് വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം കാർബൺ കണ്ടന്റ് വന്ന് EGR അടിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ നൈസായിട്ട് സ്മോക്ക് ഉണ്ട്, നിങ്ങൾ വീഡിയോയിൽ കാണിച്ചു. ഓക്കെ, ഇത്രത്തോളം സ്മോക്ക് ഉള്ള ഒരു വണ്ടിയാണത്. സ്മോക്ക് ഓൾമോസ്റ്റ് അത്ര വലിയ രീതിയിൽ പറയുകയാണെന്നില്ല. ഇതൊക്കെ നോർമലാണ്. ഫുൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ നോർമലായുള്ള ചെറിയ സ്മോക്കൊക്കെ ഉണ്ടാവും. ഇത്ര ഓടിയോണ്ട് തന്നെ. അപ്പം ഇത് ഇത്രത്തോളം ഉള്ളൂ. പക്ഷെ എത്രത്തോളം EGR ബ്ലോക്ക് ആയിട്ടുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. ഇതിൻ്റെ മുന്നേ എപ്പോഴാണ് സർവീസ് ചെയ്തൊന്നും ആൾക്കറിയില്ല. അപ്പം നമ്മൾ ഇതിൻ്റെ EGR അയച്ചിട്ട് EGRൽ എത്രത്തോളം കാർബൺ കണ്ടന്റ് വന്ന് അടിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മളെ ടൊയോട്ട ഫോർച്യൂണറിൻ്റെ എൻജിൻ റൂം വരുന്നത്. ഇതിൻ്റെ അടിയിൽ ഇൻ്റർകൂളർ വരുന്നുണ്ട്. അതിൻ്റെ ഈ അടിയിലെ ഈ ഭാഗത്തേക്കായിട്ടാണ് നമ്മുടെ EGR വരുന്നത്. അപ്പോൾ ഏതായാലും ഇൻ്റർകൂളറൊക്കെ അയച്ചിട്ട് നമ്മൾ EGR എവിടെയാണ് വരുന്നത് കാണിച്ചു തരാം. പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ ആദ്യം ബാറ്ററി ടെർമിനൽ അയച്ചിടാം. എന്നിട്ട് മുകളിലത്തെ കവറും ഇൻ്റർകൂളർ അയക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ കവർ അയച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇൻ്റർകൂളർ വരുന്നത്. പിന്നെ ഇവിടെയാണ് EGRൻ്റെ യൂണിറ്റ് വരുന്നത്. ഇതിൻ്റെ അടിയിലേക്കും ഇവിടേക്കായിട്ടാണ് EGRൻ്റെ യൂണിറ്റ് വരുന്നത്. അപ്പോൾ അത് ഇൻ്റർകൂളർ അയച്ചിട്ട് നമുക്ക് EGRൻ്റെ ഭാഗത്തേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ഇൻ്റർകൂളർ എന്ന് പറയുന്ന സാധനം. ഫോർച്യൂണറിൻ്റെ ഇൻ്റർകൂളറാണിത്. അപ്പോൾ നമ്മൾ ഈ EGRൻ്റെ കപ്ലറും കാര്യങ്ങളൊക്കെ അയച്ച് വെച്ചിട്ടുണ്ട്. സൈഡിലത്തെ സെൻസറും വാക്വത്തിൻ്റെ സെൻസറും എല്ലാം ഊരി വെച്ചിട്ടുണ്ട്. ഇനി 4 ബോൾട്ട് ചുറ്റും വരുന്നുണ്ട്. സൈഡിലൊരു ബോൾട്ട് വരുന്നുണ്ട്. ഇത്ര അയച്ചാൽ EGRൻ്റെയും ത്രോട്ടിലിൻ്റെയും ത്രോട്ടിൽ ബോഡിയും കൂടി അയച്ച് പുറത്തേക്ക് എടുക്കാൻ കഴിയും. ഓക്കെ, എന്തായാലും അത് അയച്ചിട്ട് നമ്മൾ ബാക്കി ചെക്ക് ചെയ്ത് നോക്കാം. യൂണിറ്റ് മൊത്തം അയച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് EGRൻ്റെ യൂണിറ്റ് വരുന്നത്. ഓക്കേ, ഇത് കണ്ടില്ലേ, ഇതാണ് EGRൻ്റെ വാൽവ് വരുന്നത്. നല്ല രീതിയിൽ കരി അടിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ. പിന്നെ ഇതാണ് ത്രോട്ടിൽ ബോഡി വരുന്നത്. ത്രോട്ടിൽ ബോഡിയിലേക്കൊന്നും വല്ലാണ്ടില്ല. അപ്പം ഇതാണ് EGRൻ്റെ യൂണിറ്റ്. EGRൻ്റെ യൂണിറ്റിൻ്റെ വാൽവ് ഇതാണ് വരുന്നത്. ഇത് വാക്വത്തിൽ വർക്ക് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം ഇവിടെയൊക്കെ നല്ല രീതിയിൽ കരി അടിഞ്ഞിട്ടുണ്ട്. അപ്പം വലിയ രീതിയിൽ പറയാൻ മാത്രമല്ല, കുറഞ്ഞ രീതിയിലേ ഉള്ളൂ. ഇത്ര കിലോമീറ്റർ ഓടിയോണ്ട് തന്നെ നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ആവറേജ് സാധനം കാണുന്നുള്ളൂ. അപ്പം നമ്മളിത് EGRൻ്റെ യൂണിറ്റ് ഫുൾ അയച്ചിട്ടുണ്ട്. ഇവിടുന്ന് EGRൻ്റെ കൂളർ വരുന്നുണ്ട്. അതായത് എക്സോസ്റ്റ് ഗ്യാസ് വീണ്ടും വന്നിട്ട് കൂൾ ചെയ്തിട്ട് പോകുന്ന ലൈനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആ ലൈന് EGR ത്രോട്ടിൽ ബോഡി മൊത്തം അയച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിൻ്റെ EGRൻ്റെ യൂണിറ്റ് കേട്ടോ. ഈ സാധനം വാക്വത്തിൽ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയുമ്പം ഇവിടെ വാൽവ് ഓപ്പൺ ആവുകയാണ് ചെയ്യുക. ഇപ്പം ഇവിടെ അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ വാൽവിൻ്റെ ഓപ്പണിങ് വളരെ കുറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇതൊക്കെ അതിൻ്റെ ലൈനാണ്. ഇതിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഇതാണ് ത്രോട്ടിൽ ബോഡി. ത്രോട്ടിൽ ബോഡിയിൽ വല്ലാണ്ട് വന്ന് അടിഞ്ഞിട്ടില്ല. ഇത് EGRൻ്റെ ലൈൻ ഇങ്ങോട്ടേക്കല്ല വരുന്നത്. ഇന്നോവേൻ്റെയൊക്കെയാണ് ഈ ത്രോട്ടിൽ ബോഡീൻ്റെ അടുത്തേക്കാണ് ലൈന് വരിക. അപ്പം ഈ ത്രോട്ടിലിൻ്റെ ഈ വാൽവിലേക്കൊക്കെ കാർബൺ അടിയാൻ തുടങ്ങും. ഇതിലേശം മുകളിലേക്ക് ആയതുകൊണ്ട് ഇതിലേക്ക് അങ്ങനെ വരുന്നില്ല. പിന്നെ EGRൻ്റെ കൂളിങ്ങിൻ്റെ ഇതാണ് എക്സോസ്റ്റ് ഗ്യാസ് ഒക്കെ കൂൾ ചെയ്ത് വിടുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇത് അയച്ച് പീസാക്കിയാൽ ഇതിൻ്റെ ഉള്ളിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ള അറിയാൻ കഴിയുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഇത് അയച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ എന്താ നമ്മൾ ഇതിൻ്റെ യൂണിറ്റ് അയച്ചിട്ടുണ്ട്. ഇതിനുള്ളിലൊക്കെ കണ്ടില്ല നല്ല രീതിക്കാണ്. അപ്പോൾ ഇതിൻ്റെ വാൽവൊക്കെ വർക്ക് ചെയ്യാൻ കുറച്ച് പാടാണ്. ഇതാണ് അതിൻ്റെ വാൽവ് വരുന്നത്. ഇതിങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഓൾറെഡി പറഞ്ഞൊരു ചെക്കാണ്. കാർബൺ വന്ന് അടിച്ചിട്ട് ചെക്കാണ്. ഇത് അയച്ച് ക്ലീൻ ചെയ്യണം. അതേപോലെ ഇതിൻ്റെ ഉള്ളിലേക്കും കാണാൻ കഴിയും നല്ല രീതിയിലുണ്ട്. ഉള്ളിലൊക്കെ ഫുള്ള് പൊടിയാണ് അല്ലേ കാർബൺ. ഓക്കെ, നമുക്ക് എന്തായാലും ഈ സാധനമൊക്കെ ഫുള്ള് വൃത്തിക്ക് പെട്രോൾ ഒഴിച്ച് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇതാ ക്ലീനിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതതിൻ്റെ കൂളിങ്ങിൻ്റെ ആണ്. ഇത് ഓൾമോസ്റ്റ് ഉള്ളിലുള്ളതൊക്കെ കുറേയൊക്കെ തട്ടി കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതതിൻ്റെ പൈപ്പാണ്. ഇത് നമ്മൾ ഉള്ളിലൊക്കെ ഉള്ള കംപ്ലീറ്റ് മടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഡീസലിട്ട് കഴുകിയിട്ടുണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ വാൽവ്. ആദ്യം നേരത്തെ ഈ വാൽവ് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു അല്ലേ. ഇപ്പോൾ വാൽവ് ഓപ്പൺ ആവുന്നുണ്ട് സിമ്പിളായിട്ട്. ആദ്യം കരി പിടിച്ചിട്ട് ബ്ലോക്കായി കിടക്കായിരുന്നു. പിന്നെ ഇതാണ് EGR വരുന്നത്. EGR വർക്കിംഗ് ഓക്കെയാണ്. EGRൻ്റെ ഇവിടേക്കൊക്കെ വന്ന് കരി അടിയാണെങ്കിൽ
പിന്നെ ഈ വാൽവ് ഓപ്പൺ ആവില്ല. ചെറിയ രീതിയിലും കരി അടിഞ്ഞാൽ വർക്ക് ചെയ്യൂല. അപ്പോൾ അത് വാക്വത്തിൽ വർക്ക് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ അത് അത്ര ഫ്രീ ആയിട്ട് മൂവ് ചെയ്യണം, ഓവർ പ്രഷറൊന്നും വരില്ല. അപ്പം ഇതത്രയും ഇവിടെ ഈ ഒരു പാർട്ടിൽ തീരെ കാര്യമില്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള വർക്കിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ വർക്ക് ചെയ്യൂല. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഓൾമോസ്റ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്, കയ്യും പോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ത്രോട്ടിൽ ബോഡിയിലൊന്നും പിന്നെ വല്ലാതെ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തായാലും സെറ്റ് ചെയ്ത് നമ്മൾ വണ്ടിയിലേക്ക് കയറ്റാൻ തുടങ്ങാം. അപ്പം EGRൻ്റെ കൂളിങ്ങിൻ്റെ അസംബ്ലി നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അയക്കാൻ കുറച്ച് പാടാണ്. നമ്മൾ ഡീസലിൻ്റെ 3 ലൈനൊക്കെ അയച്ചിട്ടാണ് ഈ സാധനം പൊക്കിയെടുത്തത്. ഇവിടെ 2 ബോൾട്ടും വരുന്നുണ്ട്, പിന്നെ ഇവിടെ 12 ബോൾട്ടാണ് ഇതിന് വരുന്നത്. ഈ സാധനം നമ്മൾ ഫിറ്റ് ചെയ്ത് ഇനി ഡീസലിൻ്റെ ലൈനൊക്കെ കൂടിയിട്ട് നമ്മൾ EGRൻ്റെ യൂണിറ്റ് അടുത്ത് ഫിറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പം നമ്മൾ ഇതിൻ്റെ ത്രോട്ടിൽ ബോഡി കയറ്റി എല്ലാ കപ്ലറും കൊടുത്തിട്ടുണ്ട്. അപ്പം ബാക്കിൽ 3 ബോൾട്ട് വരുന്നുണ്ട് ത്രോട്ടിൽ ബോർഡിന്, അതേപോലെ സൈഡിൽ സപ്പോർട്ടിങ്ങിനായിട്ടുള്ള 3 ബോൾട്ട് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ സെൻസർ കാര്യങ്ങൾ അതിൻ്റെ ഇതെല്ലാം കുടുക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ഇതിൻ്റെ ഇവിടെ ഇൻ്റർകൂളറും കൂടി ഫിറ്റ് ചെയ്യാനുള്ളൂ. ഓക്കെ, അതും കൂടി ഫിറ്റ് ചെയ്ത് നമ്മൾ ബാക്കി എന്താ അവസ്ഥ എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വണ്ടീൻ്റെ ഇൻ്റർകൂളർ എല്ലാം നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സെൻസറും ഫുൾ സാധനം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫോർച്യൂണറിൻ്റെ എയർ മാസ് ഫ്ലോ സെൻസർ. നമ്മളിപ്പോൾ ഇതും ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്ത് ഇതും കൂടി സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബാറ്ററി ടെർമിനലും കുടുങ്ങി വണ്ടി സ്റ്റാർട്ടാക്കാനുള്ള പരിപാടി കഴിഞ്ഞ് നോക്കാം. ഇപ്പം മച്ചന്മാർ ഇതാ വണ്ടി ചാവി ഓൺ ആക്കിയിട്ടുണ്ട്. എല്ലാം സ്റ്റാർട്ടാക്കി നോക്കാം. സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. മീറ്ററിൽ വേറെ ചെക്ക് ലൈറ്റോ കാര്യങ്ങളൊന്നും കത്തി കിടക്കുന്നില്ല, ഓക്കെയാണ്. എഞ്ചിൻ റൂമിൽ ഒന്ന് പോയി ചെക്ക് ചെയ്യാം. പിന്നെ ചെറിയൊരു ലീക്ക് ഉണ്ട് ഇവിടെ വായിക്കാറിൻ്റെ, പ്രശ്നമില്ല. പിന്നെ അടുത്ത സർവീസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അല്ലാണ്ടൊന്നുമില്ല, ലൈറ്റായിട്ടേ ഉള്ളൂ. ബാക്കിയെല്ലാം നീറ്റാണ്. എന്തായാലും നമ്മൾ റേസാക്കി എത്രത്തോളം പോകണ്ടേ നോക്കാം. അപ്പം നമ്മുടെ വണ്ടീൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആദ്യമുള്ളതിനേക്കാൾ സ്മോക്ക് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ പിക്കപ്പും കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഓടിച്ച് നോക്കിയപ്പോൾ നല്ല രീതിയിൽ പെർഫോമൻസ് തന്നെ അറിയാണ്ട്. ആദ്യം കുറച്ച് ലാഗായിരുന്നു. ആ വാൽവൊക്കെ ഓപ്പൺ ആയി കിടക്കുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ മൈന്യൂട്ടായിട്ട് ഓപ്പൺ ആയി കിടക്കുകയാണെങ്കിൽ തന്നെ വണ്ടീൻ്റെ പെർഫോമൻസിനൊക്കെ നല്ല രീതിയിലും ബാധിക്കും. ഇതിപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പിക്കപ്പൊക്കെ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇനി മൈലേജൊക്കെ എന്തായാലും കുറവാകും ഫോർച്യൂണർ ആയതുകൊണ്ട്, ആരും നോക്കുന്നതല്ല. അപ്പം നമ്മൾ EGR ക്ലീൻ ആക്കുന്ന വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.